പരാതിയും പരിഭവമില്ലാതെ കുടുംബം കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് ആർക്ക് വഹിക്കുന്നുണ്ട്? ഭാര്യമാർ വഹിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ ശനിയാഴ്ച രാവിലെ പോയി അല്ലെങ്കിൽ ഞായറാഴ്ച ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം എന്താ? അത് വാങ്ങാനുള്ള ആഗ്രഹം എന്താ? നിൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് എന്ത്? അത് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇന്നിപ്പോൾ അതാണ് കിട്ടുക. നമുക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളത് കൊണ്ടുവരും. നമുക്ക് പല്ലുവേദനയാണെങ്കിൽ പിന്നെ ആ ഇറച്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. അവരുടെയും ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 3 ദിവസമായി തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പട്ടിണി വന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വെള്ളമില്ലാതെ മറ്റൊന്നുമില്ല. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ്. 3 ദിവസം തുടർച്ചയായി മദീനയിലുള്ളപ്പോൾ ഒരിക്കൽ പട്ടിണിയിലാണ്. അവസാനം പ്രവാചകന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ഒരു ആടിൻ്റെതാകുന്ന തുടയല് കൊണ്ടുവന്നു. ഈ പട്ടിണിയുള്ള സമയത്തൊന്നും ഒരു പരിഭവം പറയുന്നില്ല. അത് ചിന്തിക്കേണ്ടത്. ഇന്ന് പെണ്ണുങ്ങളാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ അപ്പം തന്നെ വാട്സാപ്പിൽ നല്ല കാലി പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കും. അപ്പം തന്നെ ആളുകൾ ചോദിക്കും, എന്താണ് കാലി പ്ലേറ്റ്? പതിവില്ലാതെ മൊത്തം പട്ടിണിയാണ്, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആകെ ബഹളം അല്ലേ? നോക്കൂ നിങ്ങൾ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ 3 ദിവസം പട്ടിണിയാണ്, തുടർച്ചയായി പട്ടിണി. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അയൽക്കാരെ അറിയിക്കുന്ന പോലുമില്ല. പഴയ തുണി കൊണ്ടുവന്ന് അടുപ്പിൽ കൊണ്ടുവന്ന് കത്തിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്തിനാ? അയൽവാസികളാകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കട്ടെ, പ്രവാചകൻ്റെ വീട്ടിൽ ഇന്നും സുഭിക്ഷതയാണെന്ന് കരുതിക്കോട്ടെ എന്നറിയിക്കാൻ. കാരണം ഈ അടുപ്പിൽ നിന്ന് പുക വെളിയിലേക്ക് വരുമ്പോൾ അയൽവാസികൾ പറയും, അവിടെ പുക കാണുന്നുണ്ട്, അപ്പോൾ ഇന്നവിടെ നബിയുടെ വീട്ടിൽ സാധനം എന്തോ ഉണ്ട്, കഴിക്കാനുണ്ട് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി പഴയ തുണി പരതും. ആര്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും. ആരോടും പരിഭവമില്ല. ഒരു കൂട്ടുകാരോടോ നാട്ടുകാരോടോ ഒരാളോടും ഒരു പരിഭവം പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിലൂടെ അറിയിപ്പില്ല, ഒന്നുമില്ല, ആരോടും അറിയിക്കുന്നില്ല. മുത്തുനബിയോടൊപ്പമുള്ള ജീവിതമല്ലേ. 3 ദിവസം കഴിഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന ഒരാടിൻ്റെ ചെറിയൊരു തുടയല് കൊണ്ടുവന്ന് കൊടുത്തു. ശരിക്കും ശ്രദ്ധിക്കണേ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ തുടയല് വാങ്ങിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കണേ ആയിഷ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ നബിയേ, ഇല്ല റസൂലേ, തങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല റസൂലേ. കാരണം ഞാനും തങ്ങളും പട്ടിണി 3 ദിവസം ഒരുമിച്ചാണ് നേരിട്ടത്. എൻ്റെ ഭർത്താവ് കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അങ്ങനെയല്ലേ? ഇന്നും അങ്ങനെയാണല്ലോ. ആരാ ആദ്യം ഇരുന്ന് കഴിക്കുക? ആരാ ഇരിക്കുക? ഭർത്താവ് ഇരിക്കും. കല്യാണത്തിൻ്റെ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഇതാണ്, തേനേ പാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്, ഭയങ്കര ചുണ്ടയിലൊട്ടിയിൽ. പിന്നെ അല്ലാ പിന്നെ നേരത്തെ ഇരിക്കാൻ പോലും, നീ ഇതിനിപ്പായിരുന്നു കഴിഞ്ഞിരുന്നു ഇവിടെ. 2-3 കുട്ടികളായി കഴിയുമ്പോൾ സംസാരത്തിൻ്റെ രൂപം മാറിയിരിക്കുകയാണ്. അതേപോലെയുള്ള ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഭക്ഷണം കഴിപ്പില്ല. മുമ്പ് അങ്ങോട്ട് കൊടുത്തിരുന്നു, തിരിച്ചിങ്ങോട്ട് നൽകിയിരുന്നു, അതില്ല. എല്ലാത്തിനും വിള്ളൽ വന്നുപോയി അല്ലേ? എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ശൈഥില്യപ്പെട്ടു പോയി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പ്രവാചകരെ നിർബന്ധിച്ചു നോക്കി, പക്ഷേ നബി തങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം 3 ദിവസമായിട്ട് പട്ടിണിയാണ്. അവസാനം എൻ്റെ ഭർത്താവ് നിർബന്ധിച്ചെനിക്ക് നൽകി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ നിർബന്ധ നിമിത്തമായിട്ട് ഒരൽപ്പം മാംസം ഞാൻ ആടിൻ്റെ തുടയലിൽ നിന്ന് ഒരൽപ്പം കടിച്ചു. പ്രവാചകന് ഞാനത് തിരിച്ചു കൊടുത്തു. എൻ്റെ കണ്ണ് വല്ലാതെ പ്രവാചകന്റെ മുഖത്തേക്ക് ഉടക്കി. കാരണം നബിതങ്ങൾ എവിടെയാണ് ചുണ്ടുവെക്കുന്നത്? ഞാൻ കടിച്ചതാകുന്ന ഭാഗത്ത് പ്രവാചകൻ തന്നെ പല്ലുകൾ ചേർക്കുമോ? എനിക്ക് തെറ്റിയില്ല. സുബ്ഹാനല്ലാഹ്.
നബിതങ്ങളല്ലേ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക. വഅന ഖിയാറുക്കും ലിഅഹ്ലി, എന്റെ കുടുംബത്തോട് ഏറ്റവും വലിയ ബന്ധപ്പെട്ടവൻ, അവർക്ക് വേണ്ടുന്ന കടമകൾ പൂർത്തീകരിച്ചവൻ ഞാനാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെയാണോ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ വാ ചേർത്ത് കടിച്ചപ്പോ ഫബകൈതു ബുകാഅൻ ശദീദാ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി, എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു. ഞാൻ കരയുമ്പോൾ പ്രവാചകൻ എന്നെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ആയിഷ എന്തിനാണ് കരയുന്നത്? ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തുവോ? 3 ദിവസം പട്ടിണി കിടന്നപ്പോ നിനക്ക് വല്ലാത്ത പരിഭവമുണ്ടോ ആയിഷ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല നബിയേ, ഹുബ്ബുക ഫിയ യാ റസൂലല്ലാഹ്, പാവപ്പെട്ട അബൂബക്കറിന്റെ മകളാകുന്ന ഈ ആയിഷയോടുള്ള സ്നേഹം, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്നോടുള്ള കടമതങ്ങൾ പൂർത്തീകരിക്കുന്നത് കണ്ടപ്പോ ഞാൻ വാവച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ ഈ പട്ടിണിയുടെ സമയത്ത് പോലും അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ തങ്ങൾ കടിക്കുന്നത് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം വല്ലാതെ എൻ്റെ മനസ്സിൽ ഉലച്ചുണ്ടാക്കി. എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു പോയത് അതാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ലോകത്തിൻ്റെ നായകന് പറയുന്നു, ആയിഷ അബൂബക്കറിന്റെ മകളായതുകൊണ്ട് മാത്രമല്ല, നീ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കൂടിയാണ്. ഒരു ഭർത്താവ് തന്നെ ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കേണ്ടതിൽ പെട്ടതാണ് ഞാൻ ഈ നിർവഹിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വെറുതെ പറച്ചിൽ മാത്രമല്ല പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. 63-ാമത്തെ വയസ്സിലാണ് പ്രവാചകർ വഫാത്താകുന്നത്. വിവാഹം കഴിഞ്ഞ് 2-3 കൊല്ലങ്ങൾക്കിടയിൽ തന്നെ ഡൈവോഴ്സ് ആകുന്നവരെ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2 ധ്രുവത്തിലേക്ക് മാറിക്കടക്കാൻ താല്പര്യപ്പെടുന്നവരെ ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെടുക്കൽ എല്ലാ ദിവസവും പോകുന്നുവെന്ന് മാത്രമല്ല, വഫാത്താകുന്ന വേളയിൽ 9 ഭാര്യമാരുണ്ട്. ആ 9 ഭാര്യമാരെയും സംതൃപ്തിപ്പെടുന്ന ജീവിതം പ്രവാചകന് കാഴ്ചവെച്ചു എങ്കിൽ ഒരൊറ്റ ഭാര്യയെ കൊണ്ട് തന്നെ ഇടങ്ങേറാണ് ഉസ്താദ് എന്ന് പറയുന്നവരെ, അവളുമായിട്ടുള്ള ജീവിതം ഞാനിനി ആഖിറത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. തെറ്റ് നിന്റെ ജീവിതത്തിലുണ്ട്, നീ മാതൃകാ പുരുഷനാകണം, നീ പ്രവാചകന്റെ ജീവിതം പഠിച്ചെടുക്കണം. 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആ പ്രവാചകൻ കടന്നത് മദീനയിലെ മിമ്പറിൽ തലവെച്ച് കടന്നിട്ടല്ല, ആ പ്രവാചകൻ വഫാത്താകുന്നത് മദീനയിലെ മെഹ്റാബിൽ തലവെച്ച് കടന്നിട്ടല്ല, എൻ്റെ വീടിൻ്റെയും പരിശുദ്ധ മിമ്പറിൻ്റെയും ഇടയിലുള്ള റൗള എന്ന പരിശുദ്ധമായ സ്വർഗീയമാകുന്ന ഉദ്യാനമാണെന്ന് പഠിപ്പിച്ച സ്ഥലത്ത് തലവെച്ച് കടന്നിട്ടല്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടാകുന്ന ആയിഷ ബിയുടെ വീട്ടിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നിട്ടാണ് ആദരവായ പ്രവാചകൻ വഫാത്താകുന്നത്. ചരിത്രം പറഞ്ഞു നോക്കി സഹോദരങ്ങളെ, 1,24,000 അംബിയാ മുർസലീങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാം മാതൃകയായി, കഴിഞ്ഞുപോയ സമൂഹത്തിനും വരാനിരിക്കുന്ന ജനകോടികൾക്കും മാതൃകയായി തൻ്റെ കുടുംബജീവിതം മകളോ ഉദാഹരണമായി ഉദാത്തമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവസാന നാളുകൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദം വാങ്ങി ആയിഷ ബീവിയോടൊപ്പമുള്ള ജീവിതം നയിക്കവേ വഫാത്തിന് ഒതുക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേ മഹല്ലി കേസെത്തി, എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. അതാണ് നമ്മുടെയൊക്കെ ബന്ധം. 9 ഭാര്യമാരുണ്ട് വഫാത്താകുമ്പോൾ, ഒരാൾക്കും ഒരു പരിഭവം ഇല്ല. പരിഭവം ഇല്ലെന്ന് മാത്രമല്ല, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട എൻ്റെ വീടിൻ്റെ അകത്തളത്തിൽ കബറടക്കിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോൾ, ദുആ ചെയ്ത് പോകുമ്പോൾ ഒരാൾ വിളിച്ചു ചോദിച്ചു, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി,
എങ്ങനെയായിരുന്നു നബി തങ്ങൾ വീട്ടിൽ പെരുമാറിയിരുന്നത് ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? മുഅ്മിനീങ്ങളുടെ മാതാവേ, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ആയിഷ ഉമ്മ? ഉമ്മഹാത്തുൽ മുഅ്മിനീകളിൽപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, പ്രവാചകൻ സദാസമയത്തും കുടുംബത്തെ സഹായിച്ചുകൊണ്ട് വീട്ടിലുണ്ടാകുമായിരുന്നു. വൈദാ ഹദറത്തി സ്വലാത്തു ഖറജ ഇലൽ മുസല്ലാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴക്കുമ്പോൾ മാത്രമാണ് പള്ളിയിലേക്ക് കയറുക. അല്ലാത്ത സദാസമയത്തും വീട്ടിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ പണിയെടുക്കും. എന്താ ചെയ്യുക? യഹ്ലിബു ഷാത്തഹു, ആടിനെ കറക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നബിയാണ്, എനിക്കിപ്പോൾ സമയമില്ല, പരിപാടിയല്ല. വീട്ടിൽ ജോലി ചെയ്യും ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. വയർകഉ സൗബഹു വയഖ്സിഫു നഅലഹു, ചെരുപ്പ് തുന്നും വസ്ത്രം നെയ്യും ഹബീബ് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല ഹദീസിൽ കാണാം, ഒരു പുരുഷന് എന്തെല്ലാം ജോലി ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റും ആ ജോലിയൊക്കെ ചെയ്യും. നമ്മളിന്ന് കുഴിമടിയന്മാരായിപ്പോയി, അലസന്മാരായിപ്പോയി. എല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മളിന്ന് റാഹത്തായിട്ട് ഫ്രണ്ടിൽ പോയിരിക്കാൻ ചാരികസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുക രാവിലെ. ആ പത്രത്തിൻ്റെ നടുക്കഷണം ഒന്ന് താഴെ പോയാൽ കുരിഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോഴും ജോലി തിരക്കിൽ നിൽക്കുന്ന, അടുക്കളയിൽ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന, അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് അവരുടേതാകുന്ന പാഠപുസ്തകങ്ങളെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ നിർബന്ധിച്ച് വിളിക്കാൻ. ഇവിടെ വിളിച്ചിട്ട് നമ്മൾ പറയാൻ താഴെ കിടക്കുന്ന പത്രം എടുത്തു തരാൻ, നടുവ് കുനിക്കാൻ വരാം. ഇങ്ങനത്തെ ആളുകളായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ അങ്ങനെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. സഹോദരങ്ങളെ, നമ്മളൊരു പ്രതിജ്ഞ എടുക്കൻ ഈ പുതുവത്സര പുലരിയിൽ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതം മനോഹരമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയിൻ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. ബക്കറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സദക്ക നീട്ടുന്നില്ല. 11:30 12 മണിയാകുമ്പോൾ എന്താവും? സ്റ്റോപ്പ് ഒക്കെ അടയ്ക്കും. അരമണിക്കൂർ ഇരിക്കൂലേ? അസറോഡ് മടിയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉപോത്ബലകമായതാണ് അവൻ്റെ ദാമ്പത്യ ജീവിതം, അവൻ്റെ കുടുംബജീവിതം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ എന്ത് ചെയ്യണം? വീട്ടിൽ എന്ത് ചെയ്യണം? അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ എടുക്കണം. രക്ഷപ്പെട്ടിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ദൂരേന്ന് വന്ന ഭർത്താക്കന്മാരിവിടെ ഉണ്ട്. മുനീർ കൊണ്ടുവന്നായിരുന്നോ? പുത്തന്തരും അല്ല കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇനി പണിയെടുക്കണം. ഭാര്യ കൊണ്ടുവന്നവരൊക്കെ അപ്പുറത്തിരുന്ന് അവർ പറയും രക്ഷപ്പെട്ട് റാഹത്തായി, നാളെ രാവിലെ തന്നെ തേങ്ങ അരയ്ക്കാൻ മൂപ്പറയിൽ കൊടുക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഓടിച്ചോ, എല്ലാവർക്കും എല്ലായിടത്തും ഒന്ന് ഓടിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും സദക്ക അവരവരുടെ കയ്യിലുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാവരും നൽകി. സഹോദരിമാരെടുത്തും പോകണം വേണ്ട. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അവിടെ വാലണ്ടിയേഴ്സ് ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അവിടെ ശ്രദ്ധിക്കും. സഹോദരിമാർ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. 70ഓളം പുരുഷന്മാർ വാലണ്ടിയേഴ്സായിട്ടുണ്ട്, 10-30ഓളം സ്ത്രീകൾ വാലണ്ടിയേഴ്സായിട്ടുണ്ട്. പിന്നെന്താ വേണം? അൽഹംദുലില്ലാ, അവർക്കെല്ലാം അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അശ്രാന്ത പരിശ്രമം അവർ നടത്തിയതിൽ വലിയ വിജയം കണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ചിന്തിക്കണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെയുള്ള മനോഹരമായ ജീവിതം നമുക്ക് ജീവിക്കണം. അതിന് സാധ്യമാകും വിധം നമ്മുടെയൊക്കെതാകുന്ന അവസരങ്ങൾ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഭാര്യയുമായുള്ള സംസാരം, അവരുമായിട്ടുള്ള ഇടപഴകലുകൾ, അവരുമായിട്ട് കിട്ടുന്ന സമയവും സന്ദർഭവും നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഫയദ്നു മിൻഹുന്ന, ചേർന്ന് നിൽക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മൊബൈൽ വലിയ വില്ലനായി നമുക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭാര്യയോട് അടുത്തിരുന്ന് സംസാരിക്കുവാണെങ്കിൽ പോലും പലപ്പോഴും എല്ലാവരും മൊബൈലിന്മേലിലാണ് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. അവരോട് അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിയുകയും
അവരുടെ വിഷമങ്ങൾ പരിപൂർണമായി കേൾക്കുകയും ചെയ്യുന്ന ഒരവസരം നമുക്കുണ്ടാവണം, ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് സഹോദരിമാർ സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഭർത്താവിന് മറ്റുള്ള പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. എത്ര ആളുകളാണ്! എന്താണ് സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ചു പോയത്? ഭാര്യമാരിൽ ചിലരും അത്തരത്തിലുണ്ട്. അള്ളാഹുവർക്കൊക്കെ എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ചിന്തിക്കാൻ ഈ രാവ് ഉപയോഗപ്പെടുത്തി വലിയ ശിക്ഷകളാണ് ഈ മോശമാകുന്ന പ്രവണതയിലൂടെ നമുക്കുണ്ടായിത്തീരുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുമൊക്കെ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ സാക്ഷിപത്രമാകും, നമുക്കെതിരായി സാക്ഷി നിൽക്കും. അങ്ങനെയല്ലേ ഹദീസുമായെത്തും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതി പറഞ്ഞില്ലയോ, ഇന്ന സമാ വൽ ബസറ വൽ ഫുആദ്, ഇന്ന സമാ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ ദുനിയാവിൽ അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള കാഴ്ചകളും ഈ കേൾവിയും നിന്റെ ഹൃദയവും നീ ചിന്തിച്ചു കൂട്ടുന്നതാകുന്ന സകലമായ മോശമാകുന്ന പ്രവണതകളും എല്ലാം ആഖിറത്തിൽ നിനക്ക് എതിരായി വരുമേ. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഇതെല്ലാം നിനക്ക് വിനയായി വരുമേ, നിനക്ക് ദോഷമായി വരുമേ. അതുകൊണ്ട് പെണ്ണേ, സഹോദരാ, നീ കാണുന്നതാകുന്ന കാഴ്ചകൾ മലീമസമാകുന്നതാകരുത്. നീ കേൾക്കുന്ന സംസാരങ്ങൾ ഹറാമായ സംസാരമാകരുത്. പാതിരാത്രി സമയത്ത് അന്യരാകുന്ന പരപുരുഷന്മാരുടെ സംസാരങ്ങൾ കേട്ട് നേരം വെളുപ്പിക്കുന്നതായ സഹോദരിമാരില്ലേ, അന്യരാകുന്നതാകുന്ന സ്ത്രീകളുടെ കൊച്ചു വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന പുരുഷന്മാരില്ലേ, കണ്ണിന് വ്യഭിചാരമുണ്ട് സഹാബ. ഫസിനഹുമാ അന്നളുറൂ. രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമായ നോട്ടമാണ്. അത് വാട്സാപ്പിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, ഇൻസ്റ്റഗ്രാമിലാകട്ടെ, ട്വിറ്ററിലൂടെയാകട്ടെ, മോശമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തുന്നവരെ, അനാവശ്യമാകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് രസിക്കുന്നവരെ, അന്യ പെണ്ണിന്റെ ശരീര സൗഷ്ഠവങ്ങൾ നിന്റെ കണ്ണിലേക്ക് കൊടുക്കുമ്പോ നിന്റെ കണ്ണ് അടക്കാൻ മറക്കല്ലേ. കാരണം ആഖിറത്തിൽ വലിയ ഖേദമായി നിനക്കെതിരായി ഈ കണ്ണുകൾ സാക്ഷി നിൽക്കുന്നതാണ്. വൽ ഉദനാനി തസ്നിയാ ഫസിനാഹുമാ അസ്സമൂ. രണ്ട് കാതുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. രണ്ട് കാതുകളുടെ വ്യഭിചാരം ഹറാമായ കേൾവിയാണ്. കാമുകന്റെ സംസാരം, കിന്നാരം, നേരം വെളുക്കുന്നവരെ ഫോണ് ചൂട്ടിൽ വെച്ച് നേരം വെളുക്കുന്നതുവരെ അവന്റെ സ്വരരാഗങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുന്ന പെണ്ണേ, കാമുകയുടെ സംസാരം കേൾക്കാൻ വേണ്ടി രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ, ഒരൊറ്റ വഖത്ത് പോലും നീ തഹജ്ജുദ് ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. ഒരൊറ്റ റക്അത്ത് പോലും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് നീ നിസ്കരിച്ചിട്ടില്ല. ഇതേ രാത്രിയിൽ തന്നെ, ഇതേ രാവിലെ തന്നെ ഉറക്കമൊഴിച്ചുകൊണ്ട് കാമുകിയുടെ ഭാഷണം കേട്ടാൻ ഫോൺ കാതിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് കാത്ത് നിലകൊള്ളുന്ന സഹോദരങ്ങളെ, അവരുടെ സംസാര വൈഭവം കേട്ടുകൊണ്ട് കോൽമയിൽ കൊള്ളുന്ന ചെറുപ്പക്കാരാ, നിന്റെ കാതിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വല്ലിസാനു തസ്നി ഫസിനാഹാ അൽ കലാം. മോശമാകുന്ന സംസാരങ്ങൾ കാമുകനുമായി നടത്തുന്നതായ സഹോദരി, കാമുകയുമായി നടത്തുന്ന സഹോദര, നിന്റെ ഈ സംസാരമുണ്ടല്ലോ, നാവുണ്ടല്ലോ, ഈ സംസാരം നാവിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ മനസ്സിലാക്കിയതുപോലെ കേവലം ഒരു പെണ്ണും ചെറുക്കനും ശാരീരികമാകുന്ന ബന്ധപ്പെടൽ അത് മാത്രമല്ല വ്യഭിചാരം. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, ചുണ്ടിന് വ്യഭിചാരമുണ്ട്. ചുണ്ടിന്റെ വ്യഭിചാര നിബിധങ്ങൾ പറയുകയാണ്, ഫസിനാഹു അൽ ഖുബലു, അത് ചുംബനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. തലയിൽ തട്ടമിട്ട മുസ്ലിം അംഗമാര്, കോഴിക്കോടിന്റെ മക്കൾ, എത്രയോ മുസ്ലിം സഹോദരിമാരാണ് അന്യ പുരുഷന്മാരുടെ മടിത്തട്ടിൽ തലവെച്ച് ചായ്ച്ചുകൊണ്ട് എത്രയോ സഹോദരിമാർ പഠിക്കാൻ കോളേജിലേക്ക് പോകുന്ന, കലാലയത്തിലേക്ക് പോകുന്ന കാലയളവാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ലേ, ബസിന്റെ പിന്നാമ്പുറങ്ങളിൽ
ഏതെങ്കിലും റോഡിൻ്റെതാകുന്ന നിരത്തുകളുടെ സൈഡിൽ വെച്ച്, ബസ് സ്റ്റാൻഡുകളിൽ വെച്ച് അന്യരാകുന്ന കാമുകനോടൊപ്പം ചുംബിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിം അംഗമാർ, അന്യരാകുന്ന ചെറുപ്പക്കാരൻ അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഹറാമാണെന്നുള്ള ബോധം പെങ്ങളെ നിനക്കില്ലാതെ പോയോ? കരുനാഗപ്പള്ളിയിലുള്ള എത്രയോ മുസ്ലിം സഹോദരിമാർ ഈ രീതിയിൽ വഴിപിഴച്ചു പോയവരാണ്. വാപ്പയും ഉമ്മയും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പഠിക്കട്ടെ എന്നാശിച്ച് വിദൂര വിദ്യാഭ്യാസം നേടാൻ എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക്, തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക്, അങ്ങകല മാംഗ്ലൂരിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, MBBSന് വേണ്ടി ചൈനയുടെ യുഗത്തിലേക്ക് വരെ മക്കളെ പറഞ്ഞുവിട്ട രക്ഷിതാക്കളെ, ആ മക്കളെ മോശമാകുന്ന പ്രവണതയിലേക്ക് തൻ്റെ കണ്ണും തന്നെ കാതും തന്നെ നാവും തന്നെ ചുണ്ടും കൊണ്ടുപോകുന്നെന്ന് വാപ്പ അറിയാതെ പോകരുതേ. നഊദു ബില്ലാഹ്. എന്താണ് കലാലയങ്ങളിൽ നടക്കുന്നത്? നമ്മുടെ മക്കൾ നടത്തുന്ന പേക്കൂത്തുകൾ എത്രയാണ്? കള്ളു കുടിക്കാത്ത മക്കൾ കുറവായ കാലഘട്ടം, വ്യഭിചരിക്കാത്ത മക്കൾ കുറഞ്ഞ കാലഘട്ടം, കുപ്പി പൊട്ടിക്കാത്ത പെൺമക്കൾ പോലും ഇല്ലാത്ത കാലഘട്ടം ഇന്ന് വിദൂരമല്ല. കോളേജിൽ കൂട്ടുകാരികളുമായി ഒന്നിരിച്ചിരുന്നുകൊണ്ട് ന്യൂ ഇയറിന്റെ രാവുകളിൽ കുപ്പി പൊട്ടിച്ചിട്ട് അത് പരസ്യമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോ പങ്കുവെക്കുന്ന, തലയിൽ തട്ടമിട്ട മുസ്ലിം അംഗമാരുള്ള സഹോദരിമാരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം വേണേ. ആത്മീയത മക്കളിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കള്ളു കുടിക്കുക മാത്രമല്ല, വ്യഭിചരിക്കുക മാത്രമല്ല, മോശപ്പെട്ട തലത്തിലേക്ക് തന്നെ കാമുകനുമായി ഏതെല്ലാം രീതിയിൽ അശ്ലീലത ലോകത്ത് പടർത്താമോ അതെല്ലാം തന്നെ പടർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന മക്കളുള്ള കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്. ആദരവായ പ്രവാചകന് പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബത്ശൂ. രണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട് സ്വഹാബ. കൈയുടെ വ്യഭിചാരം ഹറാമായ തലത്തിലേക്കുള്ള പിടുത്തമാണ്. അതന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മം കണ്ട് അവരുടെ അംഗലാവണ്യത്തിൽ മതിമറന്ന് അവരുടെ ശരീരത്തിലേക്ക് ബസ്സിൽ കയറിയപ്പോ നീ അറിയാതെ പിടിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും, ചെറുപ്പക്കാരാ, നാളെ മഹ്ശറയിൽ ഈ കൈ നിനക്കെതിരായി സാക്ഷിപത്രമാകുമേ. തീർന്നില്ല. നിന്റെ കാലില്ലേ, നിന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഇരു കാലുകൾ, ആ കാലുകൾ നിനക്കെതിരായി സാക്ഷിപത്രമാകുമത്രേ. രണ്ട് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് സ്വഹാബ. ഫസിനാഹുമാ അൽ മശിയോ. ഹറാമായ തലത്തിലേക്കുള്ള നടത്തം കാലിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ ഉമ്മത്ത് പോകാത്ത വഴികളേതാ? എല്ലാ പാർക്കിലും പോകുന്നുണ്ട്, എല്ലാ മാളിലും പോകുന്നുണ്ട്, എല്ലാ ബീച്ച് റോഡുകളിലും പോകുന്നുണ്ട്. അഴീക്കൽ ബീച്ചിൽ പോകാത്ത ഏത് കരുനാഗപ്പള്ളിക്കാരനാണ്? ആ ബീച്ചുകളിൽ പോയി ഉല്ലസിക്കുകയല്ലേ? തൻ്റെ പ്രിയപ്പെട്ട കാമുകയുമായി പഠിക്കാൻ വിട്ടതാകുന്ന മകനും മകളുമാണ്. ഇരുവരും വാപ്പയറിയാതെ ഉമ്മയറിയാതെ അന്യൻ്റെതാകുന്ന മകളുമായിട്ട് അഴീക്കൽ ബീച്ചിൽ പോയി വൈകുന്നേരം വരെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ മക്കളുള്ള കാലഘട്ടമല്ലേ? എവിടേക്കാണ് പോകുന്നത്? വാപ്പ നൽകിയ സമ്പാദ്യം മുഴുവൻ ഹറാമായ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നവരല്ലേ? ആ വാപ്പ നൽകിയ സമ്പാദ്യം മുഴുവൻ മോശമാകുന്ന തലത്തിലേക്ക് തിരിച്ചുവിടുന്ന മക്കളല്ലേ? രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ പോലും യൂണിഫോമിനോടൊപ്പം ബാഗിനുള്ളിൽ ഒരു പർദ്ദയോ മറ്റെന്തെങ്കിലുമോ എടുത്ത് വെക്കുകയാണ്. എന്തിനാണത്? സ്കൂളിൽ അവൾ പോകുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒഴിഞ്ഞതാകുന്ന ഏതെങ്കിലും പറമ്പിലേക്ക് പോയി ഏതെങ്കിലും ഒരു റൂമിൻ്റെതാകുന്ന പിന്നാമ്പുറം തേടി ഒഴിഞ്ഞ കടമുറിയുടെ ബാക്ക് സൈഡിൽ പോയിരുന്നോട്ട് താൻ ധരിച്ചിരിക്കുന്ന യൂണിഫോം മാറ്റിവെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുകയല്ലേ? പറയാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? കരുനാഗപ്പള്ളിയിലെ ഇമാം എന്ന നിലയിൽ പറയട്ടെ, പ്രിയപ്പെട്ട മുസ്ലിമത്തെ, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കൽ നിർബന്ധമാ. കാരണം ഹറാമായ തലത്തിലേക്കുള്ള ചുവടുവെപ്പാണ്, ഹറാമായ തലത്തിലേക്കുള്ള പോക്കാണ്.